വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡിസിൻഫെക്ഷനാണ്. മൊഡ്യൂൾ 3-ലെ തന്നെ നെക്സ്റ്റ് പോർഷനാണ് ഡിസിൻഫെക്ഷൻ. നമ്മളിപ്പോൾ സ്ലോ സാൻഡ് ഫിൽറ്റർ പറഞ്ഞു, റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും പറഞ്ഞു. അപ്പോൾ ഫിൽട്രേഷൻ പ്രോസസ്സിന് ശേഷം അടുത്ത് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡിസിൻഫെക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ വാട്ടറിൽ ചിലപ്പോൾ ബാക്ടീരിയാസൊക്കെ കാണാം. അപ്പോൾ ആ ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടറിൽ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ കെമിക്കൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ഇൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിസ്ഇൻഫെക്ഷൻസ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിസ്ഇൻഫെക്ഷൻ്റെ മെയിൻ കാര്യം. Filtered water which is obtained either from slow sand filter or rapid sand filters may contain some harmful disease producing bacteria in it. These bacteria must be killed in order to make water safe for drinking. The chemicals used for killing these bacteria are known as disinfectants and the process is known as disinfection. These are the requirements of good disinfectant. First one, effective in killing all the harmful pathogens. എല്ലാ ഹാംഫുൾ ആയിട്ടുള്ള പാത്തോജൻസിനെയും നല്ല എഫക്റ്റീവായിട്ട് തന്നെ കില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീസണബിൾ കോസ്റ്റിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും, അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാം. അതുപോലെ അപ്ലൈ ചെയ്യാനായാലും ഇറ്റ്സ് എ സിമ്പിൾ മെത്തേഡാണ് വരുന്നത്. ഇതാണ് ഇത്രയും. അതുപോലെ തന്നെ ഹാംലെസ് ആണ്, അൺഒബ്ജക്ഷണബിൾ ആണ്, എക്കണോമിക്കൽ, ഈസിയാണ്, സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും അധികം കോസ്റ്റ്ലി ഒന്നും ആവാറില്ല. പിന്നെ നല്ല രീതിയിൽ തന്നെ റീസണബിൾ ടൈമിൽ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് പാത്തോജൻസിനെ കില്ല് ചെയ്യാൻ പറ്റും. ഒരു റീകണ്ടാമിനേഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷനാണ് ഈ പറയുന്ന ഡിസിൻഫെക്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് റിക്വയർമെൻറ്റ്സിൽ പറയുന്ന ഡിസിൻഫെക്റ്റൻസിൻ്റെ. ഇനി എന്തൊക്കെ മെത്തേഡ്സാണ് നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഫിസിക്കൽ മെത്തേഡും രണ്ടാമത് പറയുന്നത് കെമിക്കൽ മെത്തേഡുമാണ്. അപ്പോൾ ഫിസിക്കൽ മെത്തേഡിൽ ഫസ്റ്റ് വൺ ഡിസിൻഫെക്ഷൻസ് ബൈ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ്. നമുക്ക് എല്ലാവരും ചെയ്യുന്ന സംഭവമാണ് ബോയിലിംഗ്. രണ്ടാമത്തെ ലൈറ്റ് ബേസ് ചെയ്തിട്ട് UV ലൈറ്റ്, പിന്നെ സണ്ണിൻ്റെ ലൈറ്റാണ് അടുത്ത് പറയുന്നത്. കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ക്ലോറിൻ യൂസ് ചെയ്യാം, ബ്രോമിൻ യൂസ് ചെയ്യാം, അയഡിന്, ഓസോൺ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, മെറ്റൽ അയോൺസ് സച്ച് എസ് കോപ്പർ ആൻഡ് സിൽവർ, ട്രീറ്റ്മെൻറ്റ് വിത്ത് എക്സസ് ലൈം. ഇനി ഇത് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്ന ബോയിലിംഗ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ബോയിൽ ചെയ്യുമ്പോൾ ഒരു 80 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ തന്നെ നമ്മുടെ പാത്തോജൻസ് ഒക്കെ എന്ത് ചെയ്യും, കില്ല് ചെയ്യപ്പെടാറുണ്ട്. വളരെയധികം എഫക്റ്റീവ് മെത്തേഡാണ്. പക്ഷേ ഈ ബോയിലിംഗ് ഒരിക്കലും നമുക്ക് ഈ അത്യാവശ്യം പബ്ലിക് യൂസേജിനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ തന്നെ പറ്റത്തില്ല. പക്ഷേ ഒരു എപ്പിഡമിക് സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ബോയിൽ ചെയ്തൊക്കെ നമുക്ക് വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരിക്കലും ഈ ഫ്യൂച്ചർ കണ്ടാമിനേഷൻസിന് വേണ്ടിയിട്ടൊരു പ്രിക്കോഷനായിട്ട് അങ്ങനെയൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ബാക്ടീരിയ killed by increasing temperature 80 degrees Celsius. Most effective method, impracticable to boiled large quantity of water. That means it's uneconomical. In case of epidemic, consumers may boiled water for drinking, can't take care of future contaminations. Then second one, ultraviolet ray treatment. Ultraviolet ray treatment എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ റേസ് വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ട്രീറ്റ് ചെയ്യുന്നതാണ്. ആ റേസ് വെച്ച് തന്നെ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നതാണ്. പൊതുവേ നമ്മുടെ ഹോസ്പിറ്റൽസിലുള്ള സർജിക്കലിനൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് UV റേസ് വെച്ചിട്ട് പ്യൂരിഫൈ ചെയ്ത് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് എടുക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലുമൊക്കെ UV റേസിൻ്റെ ഡിസിൻഫെക്ഷൻ നടക്കുന്നുണ്ട്. സോ ഇൻവിസിബിൾ ലൈറ്റ് റേസ് ഹാവിങ് വേവ് ലെങ്ത് 1000 to 4000 ആണ് വരുന്നത്. 1000 to 4000 വളരെയധികം കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ ഒരു എഫക്റ്റീവ് മെത്തേഡാണ് അൾട്രാവയലറ്റ് റേ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ അൾട്രാവയലറ്റ് റേയുടെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ അത് സണ്ണാണ്. ദ സൺ ഈസ് ദ മോസ്റ്റ് പവർഫുൾ സോഴ്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ്, ബട്ട് ഇറ്റ് റിക്വയർസ് എ ലാർജ് എക്സ്പോഷർ ഏരിയ ആൻഡ് long time, hence generated by machines consisting of mercury vapor lamps enclosed in a quartz globe. Effective disinfections water should be flow in a thin clear layer, and depth of water should not exceed 10 cm. Colorless, turbidity should not more, no residual effect against recontamination, unsuitable for large scale treatment plant, private building, institutions, hospitals, swimming pools, etc. and no color and dust developed. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോയിലിംഗ് ഓഫ് അൾട്രാവയലറ്റ് റേസിൽ പറയാനുള്ളത്.
അടുത്ത് പറയുന്നത് എക്സസ് ആയിട്ടുള്ള ലൈം വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ലൈം വരുന്ന സമയത്തെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബാക്ടീരിയാസൊക്കെ പെട്ടെന്ന് തന്നെ കില്ല് ചെയ്യപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ലൈമിൻ്റെ കണ്ടൻറ്റ് വരുമ്പം നമ്മുടെ വാട്ടർ ആൽക്കലൈൻ നേച്ചറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ആൽക്കലൈനിറ്റി, ഒരു എക്സ്ട്രീംലി ആൽക്കലൈനിറ്റി വരുന്ന സമയത്ത് ആ ബാക്ടീരിയയ്ക്ക് ഒരു ത്രെട്ടായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ലൈമിൻ്റെ pH എന്ന് പറയുമ്പോഴത്തേക്കും ബാക്ടീരിയാസ് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 9.5 ആണ് പറയുന്നത്. ഒരു 99 to 100% റിമൂവൽ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലൈം ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു റീകാർബണേഷൻ യൂണിറ്റ് കൂടെ വേണ്ടി വരും. കാരണം അതിൻ്റെ കെമിക്കൽ പ്രോസസ്സിങ് നടന്നിട്ട് ഒരു റീകാർബണേഷൻ യൂണിറ്റ് കൂടെ നമുക്ക് വേണ്ടി വരും. കാരണം എക്സസ് ആയിട്ട് വരുന്ന ലൈമിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം. ലൈം ഇൻ എക്സസ് can kill bacteria and when in excess it makes water extremely alkaline. Extreme alkaline is threat to bacteria. Enough lime to bring pH to 9.5 to kill bacteria. Removal up to 99 to 100%. Recarbonation is necessary for removing excess lime from water. നെക്സ്റ്റ് മെത്തേഡ് അയഡിൻ ആൻഡ് ബ്രോമിൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുമ്പോൾ 8 mg/L ആണ്. അതിൻ്റെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് 5 minutes. സ്മാൾ പിൽസിൻ്റെ ഫോമിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. ടാബ്ലറ്റ് ഫോമില്ലേ, മോർ കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലോറിൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ മോർ കോസ്റ്റ്ലി ആണ്. ഈ സ്മോൾ വാട്ടർ സപ്ലൈസിന് വേണ്ടി മാത്രമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വിമ്മിംഗ് പൂൾസ്, അതുപോലെ ആർമി, പ്രൈവറ്റ് പ്ലാന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആർമിയിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം വെള്ളം എപ്പോഴും നമുക്ക് കൊണ്ടുപോകുന്നത് എത്ര സമയം ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ തീർന്നു പോവുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു പിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കാണുന്നിടത്തുനിന്ന് വെള്ളം എന്ത് ചെയ്യാം, പ്യൂരിഫൈ ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലെസ് ഇറിറ്റേറ്റിംഗ് ടു ദി ഐസ് ദാൻ ക്ലോറിൻ വെൻ യൂസ്ഡ് ഇൻ സ്വിങ്ങിങ് ടാങ്ക്. And it provides longer lasting protection and reduced offensive taste and odors. Then ozone എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹൈ ടെൻഷൻ ഇലക്ട്രിക് കറണ്ട് ആണ് നമുക്ക് മെയിനായിട്ട് അവിടെ വരുന്നത് ത്രൂ എ സ്ട്രീം ഓഫ് എയർ. അതുപോലെ തന്നെ വളരെയധികം പവർഫുള്ളാണ്, കോസ്റ്റ്ലിയും ആണ് നമ്മുടെ ക്ലോറിനെ വെച്ച് നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇതിൽ ഈ റെസിഡ്യൂവൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് റീകണ്ടാമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിഡ്യൂവൽ പ്രൊട്ടക്ഷൻസ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഡിസിൻ പ്രൊവൈഡാണ് പറയുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതിന് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന കാര്യവുമില്ല. സ്മോൾ സ്കെയിൽസിലേ നമുക്ക് പറ്റത്തുള്ളൂ. ഡോസ് 2 to 3 ppm ആണ് വരുന്ന പാർട്സ് പെർ മില്യൺ. അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 10 minutes ആണ്. അതുപോലെ ഈ ലാർജ് സ്കെയിൽസിൽ ഫ്രാൻസിലും റഷ്യയിലും ഒക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. സ്കിൽഡ് ലേബേഴ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ദെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുമ്പം നമ്മുടെ വെല്ലിലുള്ള വാട്ടർ സപ്ലൈസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. വളരെ നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിസിൻഫെക്റ്റൻ്റ് കൂടെയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. 90% ബാക്ടീരിയാസ് നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോളറയ്ക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയയെ 100% റിമൂവ് ചെയ്യാൻ പറ്റും. നോർമലി ഉള്ളതിന് 90%, കോളറയ്ക്ക് കാര്യമായതിനെ 100% നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. റൂറൽ ഏരിയാസിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതാണ്. അതുപോലെ തന്നെ ഓർഗാനിക് മാറ്റേഴ്സും അയൺസിനെയൊക്കെ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാം. ഇതിലിനി പിങ്ക് കളേഴ്സ് മീൻ ചെയ്യുവാണെങ്കിൽ അത് ഓർഗാനിക് മാറ്റേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നു എന്നാണ് മീൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 1 to 2 mg/L. കോണ്ടാക്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 4 to 6 hours ആണ്. അതുപോലെ ഇത് ചീപ്പാണ്, അതുപോലെ ക്വൈറ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കൂടെയാണ്. അടുത്ത് പറയുന്നത് സിൽവർ ആൻഡ് കോപ്പർ ട്രീറ്റ്മെൻ്റ് ആണ്. ആൽഗീസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഒരു ടേക്ക് കെയർ ആണ് നമ്മുടെ ഫ്യൂച്ചർ പൊല്യൂഷനിൽ. അതുപോലെ തന്നെ 15 minutes to 3 hours ആണ് അതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ടേസ്റ്റ് കാണത്തില്ല, ഓർഡർ കാണത്തില്ല, അതുപോലെ ഹാംഫുൾ എഫക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല ഹ്യൂമൻ ബോഡിക്ക്. പിന്നെ സിൽവറിൻ്റെ കാര്യം പറയുമ്പോഴെന്ന് വെച്ചാൽ സിൽവർ എന്താണ്, അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് സിൽവർ. പബ്ലിക് വാട്ടർ സപ്ലൈസിന് വേണ്ടിയിട്ട് നമ്മൾ സിൽവറും കോപ്പർ ട്രീറ്റ്മെൻറ്റും ഒന്നും യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ക്ലോറിനേഷനാണ്. ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ ക്ലോറിൻ ആഡ് ചെയ്തിട്ട് വാട്ടർ ഡിസിൻഫെക്റ്റ് ചെയ്യുന്നതിനെയാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സലി അഡോപ്റ്റ് ചെയ്തൊരു മെത്തേഡാണ്. ചീപ്പാണ്, അതുപോലെ റിലയബിളാണ്, ഈസി ടു ഹാൻഡിലാണ്. അതുപോലെ കേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് റെസിഡ്യൂവൽ ഡിസിൻഫെക്റ്റിംഗ് എഫക്റ്റ് ഓഫ് ലോങ് പീരീഡ്സ്. ഐഡിയൽ ഡിസിൻഫെക്റ്റൻറ്റ് ഇമ്പാർട്ട് ബാഡ് ടേസ്റ്റ്, ഡസൻറ്റ് എഫക്റ്റ് pH, നോട്ട് എഫക്റ്റീവ് വെൻ വാട്ടർ ഈസ് ആൽക്കലൈൻ. ഓക്കെ, ക്ലോറിനേഷൻ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മെയിനായിട്ട് ക്ലോറിനേഷൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസീസസ് സ്പ്രെഡ് ആവുന്ന പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ബാക്ടീരിയ, ഫംഗസ്, പാത്തോജൻസ് ഉണ്ടെങ്കിൽ വാട്ടറിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. അയൺസിൻ്റെ
അതുപോലെ H2Sൻ്റെയൊക്കെ ആ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് അവിടെ വരുന്നുണ്ട്. ടേസ്റ്റും ഓർഡറും റിമൂവ് ചെയ്യുന്നുണ്ട്. ഓർഗാനിക് മാറ്ററിൻ്റെ ഓക്സിഡേഷൻ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ക്ലോറിനേഷനിൽ പറയാനുള്ളത്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ക്ലോറിനേഷനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടർബിഡിറ്റി എഫക്റ്റ് ചെയ്യും. ടർബിഡിറ്റി, മെറ്റാലിക് കോമ്പൗണ്ട് പ്രസൻസ്, അമോണിയ കോമ്പൗണ്ട്, ടെമ്പറേച്ചർ, pH വാല്യൂ, കോണ്ടാക്റ്റ് ടൈം, നാച്ചുറൻറ്റ്, കോൺസെൻട്രേഷൻ ഓഫ് ബാക്ടീരിയ. ക്ലോറിൻ്റെ ആക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴാണോ ക്ലോറിൻ നമ്മൾ ഈ ആഡ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഒരു ഹൈപ്പോക്ലോറസ് ആസിഡ് അല്ലെങ്കിൽ ഹൈപ്പോക്ലോറേറ്റ് അയൺസിൻ്റെ ഫോംസിലായിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. HOCl ആൻഡ് OCl അക്കംപ്ലിഷ് disinfection. It has an effect on microorganism. Then pH values 10 ആണ് and pH 7 to 5 HOCl exist. pH 10 only in OCl ions. Then chlorine doesn't react below pH 5 and remains as elemental chlorine. HOCl is 80 times more powerful than OCl, hence pH is maintained above 5 and near to or less than 7. ഇനി ക്ലോറിൻ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ രീതിയാണ് പറയുന്നത്. ക്ലോറിൻ നമ്മൾ ഒരു ലിക്വിഡ് ക്ലോറിൻ അല്ലെങ്കിൽ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ലിക്വിഡ് ക്ലോറിനാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്, ജനറലി പ്രിഫർ ചെയ്യുന്നത്. ലിക്വിഡ് ക്ലോറിൻ്റെ മിക്സ് എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ എമൗണ്ടിൽ നമ്മൾ വാട്ടറിൽ സ്മോൾ എമൗണ്ടിൽ സ്ട്രോങ് സൊല്യൂഷനായിട്ട് തന്നെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദി സൊല്യൂഷൻ ഈസ് സ്റ്റോർഡ് ഇൻ എ സൊല്യൂഷൻ സ്പേസ് chlorinated and is fed into distribution system. Chlorine gas is stored in a direct feed chlorinator under pressure and is fed directly into the water. And second, hypochlorites, calcium sodium hypochlorites ൻ്റെ ഫോമിലാണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത്. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്സ് എന്ന് പറയുന്നത് ആണ് നമ്മൾ പൊതുവേ ഇത് പറയുന്നത് ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റ് എന്ന് അല്ലെങ്കിൽ പെർ ക്ലോറോൺ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിലൊരു 60 to 70% ക്ലോറിൻ അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു സംഭവമാണ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുമ്പോൾ ഒരു ക്ലോറിനേറ്റഡ് ലൈം അല്ലെങ്കിൽ കാൽസ്യം ഓക്സി ക്ലോറിനേറ്റ് ആണ്. ഇതിലൊരു വൈറ്റ് അമോർഫസ് പൗഡർ ഉണ്ട്, ഒരു പഞ്ചൻ്റ് സ്മെല്ലിൽ. 30% ഇതിൽ ക്ലോറിന് അവൈലബിൾ ആണ്. ഈ 30 എന്ന് പറയുമ്പോൾ ഒരു 30 to 35% ബ്ലീച്ചിങ് പൗഡർ അവൈലബിൾ, ക്ലോറിൻ്റെ കണ്ടൻറ്റ് ബ്ലീച്ചിങ് പൗഡറിലുണ്ട്. ക്ലോറിൻ ടേബ്ലറ്റ് എന്ന് പറയുമ്പോൾ ഹാലസോൺ ക്ലോറിൻ ടേബ്ലറ്റ്സ് ആർ യൂസ്ഡ് ആസ് ഡിസിൻഫെക്റ്റന് വേണ്ടിയിട്ട് നമ്മൾ ഹാലസോൺ ക്ലോറൈൻ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. സ്മാൾ ക്വാണ്ടിറ്റി വർക്ക്സിന് വേണ്ടിയിട്ടേ യൂസ് ചെയ്യുള്ളൂ, വെരി കോസ്റ്റ്ലി ആണ്. ക്ലോറമീൻസ് എന്ന് പറഞ്ഞാൽ അമോണിയ ആൻഡ് ക്ലോറൈൻ ആർ യൂസ്ഡ് ടുഗദർ ഓർ സെപ്പറേറ്റ്ലി. എന്തൊക്കെയാണ്? അമോണിയയും ക്ലോറിനും നമ്മൾ ഒന്നേ ഒരുമിച്ച് യൂസ് ചെയ്യും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ അമോണിയ സ്റ്റോർ ചെയ്യുന്ന അമോണിയേറ്ററും ആൻഡ് ഫെഡ് ഇൻ ടു ദി വാട്ടർ 20 minutes to 1 hour ആണ്. എത്രയാണ് സമയം കൂടി നോട്ട് ചെയ്യുക, 20 minutes to 1 hour earlier than the addition of chlorine. Chlorine എന്ന് പറയുമ്പോൾ is stored in a chlorinator and is then added to the water. Chloramines are less strong than free chlorine. Then chlorine dioxide 2 times stronger than free chlorine. Free chlorineക്കാളും 2.5 times stronger ആണ്. And it's very costly and unstable. It should be used immediately after production. And types of chlorination: plain chlorination, pre-chlorination, post-chlorination, double chlorination, breakpoint chlorination, super chlorination, and finally dechlorination. Then plain chlorination, it indicates that only chlorine treatment is done in water. വാട്ടറിൽ ആ ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്, ക്ലോറിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ അതിന് നമുക്ക് പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് പറയാൻ പറ്റും. മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് പോലത്തെ സെഡിമെൻറ്റേഷൻ ഫിൽട്രേഷൻ ഒന്നും നടക്കാതെയാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഡൺ. റോ വാട്ടർ എന്ന് പറയുമ്പം ട്രീറ്റഡ് വിത്ത് ക്ലോറിൻ ആൻഡ് ദർ സപ്ലൈഡ് ആയിരിക്കും. ഇറ്റ് റിമൂവ്സ് ബാക്ടീരിയാസ്, കളേഴ്സ് ആൻഡ് ഓർഗാനിക് മാറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് relatively clearer water, and it's during emergency period for army. Dosage of chlorine is 0.5 milligram per liter or more. Then pre-chlorination എന്ന് വെച്ചാൽ chlorination is done before filtration or before sedimentation ആണ്. ഒന്നേ സെഡിമെൻറ്റേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ഫിൽട്രേഷൻ പ്രോസസ്സിന് മുന്നേ ക്ലോറിനേഷൻ പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രീ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഇതിലെന്ന് പറയുമ്പം ലോഡിൻ്റെ ഇറ്റ് റെഡ്യൂസസ് ലോഡ് ഓൺ ഫിൽറ്റേഴ്സ് ആൻഡ് പ്രീ ക്ലോറിനേഷൻ ഈസ് ഫോളോഡ് ബൈ post chlorination.
നെക്സ്റ്റ് പോസ്റ്റ് ക്ലോറിനേഷൻ. ക്ലോറിനേഷൻ എന്ന് പറയുന്നത് ആ ഒരു എൻഡിലാണ് നടക്കുന്നത്, ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അറ്റ് ദ എൻഡ് വെൻ ഓൾ അതർ ട്രീറ്റ്മെൻറ്റ്സ് ആർ ഓവർ. എല്ലാ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യുന്നതാണ് പോസ്റ്റ് ക്ലോറിനേഷൻ. ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് ഇൻ സച്ച് ദാറ്റ് ടു ലീവ്സ് 0.2 mg/L ആസ് റെസ്റ്റ്യൂ. ദെൻ ഡബിൾ ക്ലോറിനേഷൻ. ഡബിൾ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ ഈ പ്രീ ക്ലോറിനേഷനും പോസ്റ്റ് ക്ലോറിനേഷനും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് ഡബിൾ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. പ്രീ ക്ലോറിനേഷൻ ആൻഡ് പോസ്റ്റ് ക്ലോറിനേഷൻ ഈസ് ദാൻ ഇറ്റ് ഈസ് കോൾഡ് ഡബിൾ ക്ലോറിനേഷൻ. ആൻഡ് ദെൻ ബ്രേക്ക് പോയിൻ്റ് ക്ലോറിനേഷൻ. ബ്രേക്ക് പോയിൻ്റ് ക്ലോറിനേഷൻ എന്ന് പറയുമ്പം ആ ഒരു ക്ലോറിൻ്റെ അഡിഷൻ കാരണം നമുക്ക് ബ്രേക്കായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്കിംഗ് പോയിൻറ്റിന് ശേഷം എന്ന് പറയുമ്പം ഈ ക്ലോറിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് അപ്പിയർ ആയി പോകും, എന്നിട്ട് ഒരു ഫ്രീ റെസിഡ്യൂവൽ ക്ലോറിൻ ഫോമിലോട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് പോയിൻ്റ് ഈസ് ദ പോയിൻ്റ് അറ്റ് വിച്ച് ക്ലോറിൻ കൺസ്യൂംഡ് ദി അമോണിയ ആൻഡ് ഫർദർ അഡിഷൻ ഓഫ് ദ ക്ലോറിൻ റിമൈൻസ് ആസ് ഫ്രീ ക്ലോറിൻ. വെൻ ക്ലോറിൻ ഈസ് ആഡഡ് ടു വാട്ടർ ഇനിഷ്യലി ഇറ്റ്സ് റിയാക്ട് വിത്ത് അമോണിയ. ക്ലോറിന് വാട്ടറുമായിട്ട് ആഡ് ചെയ്യുമ്പം എന്തായിട്ടായിരിക്കും നമ്മൾ ആദ്യം അതാവുന്നത് അമോണിയ ആയിട്ടായിരിക്കും. രണ്ട് ആക്ഷൻസ് ആണ് മെയിനായിട്ട് പറയുന്നത്. ബാക്ടീരിയ കില്ല് ചെയ്യാം, അതുപോലെ ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ ആക്ഷൻസ്, ഓക്സിഡേഷൻസ്. പ്യുവർ വാട്ടറിലെന്ന് പറയുമ്പോൾ ക്ലോറിൻ്റെ ഡിമാൻഡൊന്നും കാണത്തില്ല. റോ വാട്ടറിലെന്ന് പറയുമ്പോഴത്തേക്കും ക്ലോറിൻ്റെ ഡിമാൻഡ് കാണും. ഇതിനുമുണ്ട് ഒരു ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. സോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജിലെന്ന് വെച്ചാൽ ബാക്ടീരിയാസിനെ കില്ല് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓർഗാനിക് മാറ്റേഴ്സ് മെറ്റൽസിന് ഓക്സിഡേഷൻ നടക്കുന്നു. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കമ്പൈൻഡ് റെസിഡ്യൂവൽ ക്ലോറിൻ ഗ്രാജുവലി തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്ലോറമീൻ എന്ന് വെച്ചാൽ മോണോക്ലോറമീൻ, ക്ലോറാമൈൻ, ട്രൈക്ലോറമൈൻ. അതുപോലെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് റെക്കോർഡഡ് ആസ് ദി കമ്പൈൻഡ് റെസിഡ്യൂവൽ ക്ലോറിൻ. ആൻഡ് തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡിക്രീസ് ഇൻ കമ്പൈൻഡ് റെസിഡ്യൂവൽ ക്ലോറിൻ ഇൻഡിക്കേറ്റ് ദി ബ്രേക്ക് ഡൗൺ ഓഫ് ക്ലോറമീൻസ്. Significance of breakpoint chlorination ആണ് removes taste and odor, have adequate effect on bacteria or pathogens, leaves decided chlorine residual, removes iron and manganese, oxidation of organic ammonia and other compounds, removes color. Then finally superchlorination. Superchlorination means excessive amount of chlorines is added. Some epidemic conditions. ഓക്കെ, എന്നുവെച്ചാൽ ഈ പകർച്ചവ്യാധിയൊക്കെ ഉള്ള സമയങ്ങളിലാണ് നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നത്. കാരണം കറക്റ്റ് എമൗണ്ടോ കാര്യങ്ങളോ കാണില്ല, പക്ഷേ ആ അത്ര അസുഖം മൂർധന്യാവസ്ഥ എന്നുവെച്ചാൽ അത്രയും നല്ല രീതിയിൽ ആ ഒരു ഡിസീസ് പടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സൂപ്പർ ക്ലോറിനേഷൻ ആയിരിക്കും ചെയ്യുന്നത്. It is addition of excessive amount chlorine 5 to 15 mg/L so as to produce a residue of 1 to 2 mg/L. It is used under special cases like highly polluted water or during epidemics. ഡീക്ലോറിനേഷൻ എന്ന് വെച്ചാൽ എക്സസ് ആയിട്ട് വരുന്ന ക്ലോറിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഈ എക്സ്ട്രാ ക്ലോറിൻസ് വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് റെസിഡ്യൂസ് ഒരു 0.2 mg/L റെസിഡ്യൂസ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡീക്ലോറിനേഷൻ എന്ന് പറയുമ്പം ക്ലോറിനേറ്റിംഗ് ഏജൻസ് കൂടെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഡീക്ലോറിനേഷൻ ചെയ്യുന്നത്. ഈ ഡീക്ലോറിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് SO2 ഗ്യാസ്, പിന്നെ ആക്ടിവേറ്റഡ് ചാർക്കോള്, സോഡിയം തയോസൾഫേറ്റ്, ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. ഇനി ക്ലോറിൻ റെസിഡ്യൂസിന് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാമെന്നാണ്. ഓർത്തോട്ടോ ലിഡിൻ ടെസ്റ്റ്, സ്റ്റാർചൈഡിൻ, ക്ലോറോടെക്സ്, DPD ടെസ്റ്റ്.